ബൈബിൾ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ അവശേഷിപ്പിക്കുന്നത് കുറെ ചോദ്യങ്ങളാണ്. കുറെ പേർ ചോദ്യങ്ങളില്ലാതെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്നു. മറ്റു ചിലർ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ബൈബിളിൽ നിന്ന് അകലുന്നു. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി തന്നെ ബൈബിളിലൂടെ ഒരു ചെറിയ സഞ്ചാരം. അച്ഛാ, ബൈബിളിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ തുറന്ന് വായിക്കുമ്പോൾ തന്നെ അതൊന്നും റീസണബിൾ അല്ലാതെ തോന്നുന്നുണ്ട്. എന്താ, ഉദാഹരണത്തിന് ദൈവം മരങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നു, അതിൽ നിന്ന് പഴം ഭക്ഷിക്കരുതെന്ന് പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു പഴം ഭക്ഷിക്കുന്നതൊക്കെ അത്ര വലിയ തെറ്റാണോ? കൊള്ളാം, നല്ലൊരു ചോദ്യമാണ്. ഒരു പഴം ഭക്ഷിക്കുന്ന ഇത്ര വലിയ തെറ്റാണ്? അല്ലെങ്കിൽ ഈ പഴത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ വലിയ പാപത്തിന്റെയും ശിക്ഷയുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലേ? അതുപോലെ ദൈവം തന്നെ ഏദൻ തോട്ടത്തിൽ മരങ്ങളെ സൃഷ്ടിച്ചു, മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചു, അതിലെല്ലാം ഭക്ഷിച്ചോളുക, എന്നിട്ട് ഒരെണ്ണം മാറ്റി വെച്ചു, അതിൽ നിന്ന് ഭക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ പറഞ്ഞ പോലെ ഒരു റീസണബിൾ അല്ലാതെ ആർക്കും നമുക്ക് എഴുതിത്തള്ളാവുന്ന, യുക്തിസഹജമല്ലാത്ത എഴുതിത്തള്ളാവുന്ന ഒരു കാര്യം പോലെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബൈബിൾ വായിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ബൈബിൾ എങ്ങനെ വായിക്കണമെന്നും കൂടെ മനസ്സിലാക്കിയാലേ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഉൽപ്പത്തിയിലെ ഈ കഥ പറഞ്ഞത്, ആദ്യത്തെ മനുഷ്യന്റെ കഥ പറഞ്ഞത് ഒരിക്കലും ആദ്യത്തെ മനുഷ്യരായിരിക്കില്ലല്ലോ. ഈ എഴുത്തും വായനയൊക്കെ ഉള്ളപ്പോഴായിരിക്കുമല്ലോ ഈ കഥ പറയുന്നതും എഴുതുന്നതൊക്കെ. എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പത്തിയിൽ ആദ്യത്തെ മനുഷ്യന്റെ കഥ, ഈ മരത്തിന്റെ കഥ, ഈ പഴത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞത് ആദ്യത്തെ മനുഷ്യനല്ല. പിന്നെയോ, ഒരുപാട് മനുഷ്യര് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ലക്ഷോപലക്ഷം മനുഷ്യർ ചുറ്റുമുള്ളപ്പോൾ അതിനിടയ്ക്കിരുന്ന് ഒരാൾ ആലോചിക്കുകയാണ്, എന്താണ് ഈ പാപത്തിന്റെ കാരണം? കാരണം ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പാപം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ഈ പാപത്തിന്റെ കാരണം? അപ്പൊ ഈ ആദ്യ പാപത്തിന്റെ കഥ പറയുന്നു എന്നതിനേക്കാൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പാപത്തിന്റെ ആദ്യ കാരണത്തിന്റെ കഥ പറയുന്ന ഒരു സംഭവം കൂടെയാണിത്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നത്? അത് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ചില ഒരു ഉപമയായിട്ട് ഇതിനെ കണക്കാക്കണം. അതായത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് ഈ ഏദൻ തോട്ടം അയാൾക്ക് നൽകി. ഈ തോട്ടം എന്ന് പറഞ്ഞാൽ സർവ്വ പ്രപഞ്ചവും കണക്കാണ്. അതിലെ 10,000 മരങ്ങളും അതിലെ ഫലങ്ങളും എല്ലാം അയാൾക്ക് സ്വന്തം. എന്നിട്ട് ദൈവം പറയുന്നു, ആ തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന ആ ഒരു വൃക്ഷമുണ്ടല്ലോ, അതിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. എന്നിട്ടും ആദ്യത്തെ മനുഷ്യൻ ആ പഴത്തിലേക്ക് കൈനീട്ടി അത് ഭക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഒരു മനുഷ്യന്റെ ഒരു വലിയ പ്രകൃതത്തെക്കുറിച്ച് ബൈബിൾ പറയാണ്. അതായത്, ദൈവം നിനക്ക് എത്രമാത്രം തന്നാലും, നിനക്കെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ സ്വാഭാവികമായും സംതൃപ്തനാകില്ല. അവൻ അരുതാത്തതും അവൻ കവർന്നെടുക്കാനായിട്ട് കൈനീട്ടി ചെല്ലും. എത്രമാത്രം ലഭിച്ചാലും ഇനിയും കൂടുതൽ എന്നൊരു ചിന്ത കൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു. അതാണ് അവിടെ ഒരു പഴം എന്നുള്ളതിനകത്ത് നമ്മൾ ഉടക്കി നിൽക്കരുത്. അത് ഈ കാര്യം പറയാൻ, ഈ ഒരു ഫിലോസഫി പറയാൻ ഉപയോഗിച്ചൊരു ടൂളാണ്. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക്, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കണക്ക് ഒരു പഴം എടുത്ത് അവിടെ വെച്ചു, അവിടെ ഇരിക്കുന്ന ആ പഴമൊക്കെ കഴിച്ചോ, ഇത് നീ കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പയ്യൻ വന്ന് ആ പഴം എടുത്ത് കഴിച്ചു. അതോടുകൂടെ ആകാശം ഇടിഞ്ഞു വീണു. അങ്ങനല്ല, ഈ പയ്യന് ഇങ്ങനൊരു സ്വഭാവമുണ്ട്. അവനെല്ലാം കൊടുത്താലും, അവൻ ആകപ്പാട് കിട്ടേണ്ടതെല്ലാം കിട്ടി സംതൃപ്തനാണെങ്കിലും അവൻ സംതൃപ്തനല്ല. അവൻ അടുത്തതിലേക്ക് നോക്ക്. മനുഷ്യര് ആരെങ്കിലും പണം ഉണ്ടാക്കി ക്ഷീണിച്ചിട്ടുണ്ടോ? ലോകത്ത് ആരെങ്കിലും പണം ഉണ്ടാക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എനിക്കിനി വയ്യ, കാശ് ഒരുപാട് കിട്ടുന്നു, നിർത്തി എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എല്ലാം കിട്ടിയാൽ ഇനി എന്താ കിട്ടാനുള്ളതെന്ന് നോക്കിപ്പോ. അതാണ് ഈ പഴം എന്ന് പറഞ്ഞ. അല്ല, നമ്മൾ പറഞ്ഞ കണക്ക് ഈ പഴം അത്ര പ്രശ്നമാണ്. പിന്നെ വേറെ നമുക്ക് ഇതിനെക്കുറിച്ച് കുറേയും ആഴത്തിൽ വേറെയൊക്കെ ചിന്തിക്കാം. അല്ലേ? ആ തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്നാ പറഞ്ഞേക്കുന്നു.
അത് ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതിന് അപ്പുറത്ത് വിശാലമായ അർത്ഥമൊക്കെ ഉണ്ട്. എന്താണ്? നമുക്ക് ചിന്തിക്കാൻ പലതുമുണ്ട്. ഇതൊരു ആത്യന്തികമായ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. അറിവ് കായ്ക്കുന്ന വൃക്ഷമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അറിവിനെ ഒരു വൃക്ഷത്തിന്റെ രൂപത്തിൽ പറയുകയാണ്. ആ അറിവിന്റെ വൃക്ഷത്തിന്റെ ആത്യന്തികമായ ഫലം, അല്ലെങ്കിൽ ആ അറിവിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മനുഷ്യനുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. അത് നീ ഭക്ഷിക്കുന്ന നിമിഷം നീ മരിക്കും എന്ന് പറഞ്ഞാൽ ആ മരത്തിൽ എന്തോ കറണ്ട് ഉണ്ട്, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ട്. നീ ആ പഴം പറിച്ചങ്ങോട്ട് കഴിച്ചാൽ ഉടനെ കറണ്ട് അടിച്ച് ചാകും, അല്ലെങ്കിൽ ആ മരത്തിൽ തൊട്ടാൽ ചത്തുപോകും കറണ്ടടി. അങ്ങനല്ല എൻ്റെ അർത്ഥം. അത് തിന്നുന്ന ദിവസം നീ മരിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ളതല്ല ഈ യഥാർത്ഥമായ അറിവിന്റെ പൂർണ്ണത, അത് ദൈവത്തിനുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആഴങ്ങളുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് നമ്മളെക്കുറിച്ച് വല്ല അറിവുമുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് നമുക്ക് അറിയാമെന്ന്. പക്ഷെ നമുക്ക് ഈ ജീവിതത്തിന്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിലേ ജീവിക്കാൻ പറ്റൂ. നമുക്ക് ഈ ലോകത്തിന്റെ എല്ലാ കോണ്ടെക്സ്റ്റിലും ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പലരെ കുറിച്ച് ഭയങ്കര തെറ്റുകാരായിട്ട് പറയും. അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ ചെയ്തു, അയാൾക്ക് കാശിന്റെ അഹങ്കാരമാണ്. നമുക്കറിയാവൂ നമുക്ക് ഇത്രയും കാശുണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മളൊരു പ്രത്യേക കോണ്ടെക്സ്റ്റിലല്ലേ. ഒരു കഥയില്ലേ, ഇങ്ങനെ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു 100 രൂപ കിടന്നു. അയാളത് നോക്കി, എന്നിട്ട് പറഞ്ഞ വല്ലവരുടെയും കാശ് ഞാനെന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നത്? അയാൾ നടന്നുപോയി. കാരണം അയാൾ ഭയങ്കര മാന്യനാണ്. മറ്റൊരാളുടെ കാശ് അയാൾക്ക് ഇഷ്ടമല്ല. അയാൾക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ട്. സമ്പത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ കുറച്ചും കൂടെ നടന്നു പോയപ്പോൾ ഒരു 500 രൂപയുടെ നോട്ട് കിടന്നു. അപ്പോഴയാളൊന്ന് കണ്ട്, ദേ 500 രൂപ. എന്നിട്ട് അയാൾ പിന്നെയും നടന്നു പോയി. ഇത് ആരുടെ കാശ്? എന്തായാലും എൻ്റെതല്ല, പിന്നെ ഞാനിവിടെ നോക്കി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഈ മനുഷ്യൻ പിന്നെയും അങ്ങോട്ട് നടന്നു പോയപ്പം ദേ കിടക്കുന്ന 500 രൂപയുടെ 2 കെട്ട് നോട്ട്. അയാൾ നോക്കിയപ്പോൾ 1 ലക്ഷം രൂപയെങ്കിലും കാണും. എന്താണ് ഞാൻ നടന്നു വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കാശ്? ഇത്രയും വലിയ തുക ആരാണ് കൊണ്ട് കളഞ്ഞിട്ട് പോയിരിക്കുന്നത്? ഇതിപ്പം ദൈവം എനിക്ക് തന്നേക്കുന്ന ഒരു ഉത്തരവാദിത്തമാണെങ്കിലോ, ഇത് ഞാൻ എടുത്തില്ലെങ്കിൽ വേറെ വല്ല കള്ളനോ ദുഷ്ടനോ എടുത്തുകൊണ്ട് പോയാലോ? അങ്ങനെ പലതും ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആ കാശ് കൊടുത്ത് അയാൾ പോയി. ഇപ്പം എന്താ കാര്യം? ഈ 100-ന്റെ 500-ന്റെ മുമ്പിൽ ചെന്നപ്പം അയാൾക്ക് സത്യത്തിൽ അയാളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. അയാൾ വിചാരിച്ചിരുന്നത് പണത്തിന്റെ കാര്യത്തിൽ അയാൾ മാന്യനാണ്. 500-ന്റെ 2 കെട്ട് കണ്ടപ്പോഴാണ് അയാൾക്ക് ആളെക്കുറിച്ച് മനസ്സിലായത്. ഇതുപോലെ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് വെച്ച് നമ്മളത്ര ഡീസൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അത്ര മോശമാണെന്നോ കരുതണ്ട. ഈ പല കോണ്ടെക്സ്റ്റുകളിൽ മാറുന്നതനുസരിച്ചേ നമുക്കറിയാൻ പറ്റൂ. അങ്ങനെ ഈ ലോകത്തിന്റെ എല്ലാ കോണ്ടെക്സ്റ്റിലും നമുക്ക് ഒരേ സമയം ജീവിക്കാൻ പറ്റുമോ? ഒരു മത്സ്യത്തിന് മുഴുവൻ കടലിലും ജീവിക്കാൻ പറ്റുമോ? അത് ഈ കടലിലാണെന്നേ പറയാൻ പറ്റൂ. മുഴുവൻ കടലിലും മത്സ്യത്തിന് ഓടിയെത്താൻ പറ്റുമോ? കടലിന്റെ ഓരോ ആ ജലാശയത്തിന്റെ പല തണുപ്പിൽ, ചൂടിൽ, അതിന്റെ അവസ്ഥാന്തരങ്ങളിലൊക്കെ ഈ മത്സ്യം പലതരത്തിലല്ലേ. അതിന് ഈ മത്സ്യത്തിന് അങ്ങനെ മുഴുവൻ കടലും ആകാൻ പറ്റാത്ത പോലെ നമുക്ക് ഈ ലോകത്തിന്റെ മുഴുവൻ കോണ്ടെക്സ്റ്റിലും ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള അറിവ് പോലും യാഥാർത്ഥ്യമല്ല. അപ്പൊ ഈ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ നിനക്കുള്ളതല്ല. അങ്ങനെ എത്ര കാര്യങ്ങളാണ് ഈ ബൈബിൾ പറയുന്നത്. പക്ഷേ നമ്മൾ അതിനെ ചുമ്മാ അക്ഷരാർത്ഥത്തിൽ ചില അമൂർത്തമായ കാര്യങ്ങൾ പറയുമ്പം കഥ കൊണ്ട് പറഞ്ഞാലേ പറ്റൂ. അപ്പം അതൊരു മരമായി, മരത്തിൽ പഴമായി, ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ പഴത്തിലങ്ങ് ഉടക്കി. ഇല്ല, ബൈബിള് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഈ പഴം പറഞ്ഞു തരുന്നത് എന്താ? നിനക്ക് എന്തുമാത്രം ലഭിച്ചാലും പോരാ, ഇനിയും കൂടുതൽ എന്ന ചിന്ത കൊണ്ട് നീ പ്രലോഭിപ്പിക്കപ്പെടും. ബൈബിൾ അവസാനിക്കാറാകുമ്പോൾ യാക്കോബ് ശ്ലീഹ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ദൈവം ആരെയും തിന്മയാൽ പരീക്ഷിക്കുന്നില്ല. പരീക്ഷിക്കുന്നത് അവരവരുടെ ദുർമോഹങ്ങളിലാണ്. ആ ദുർമോഹം മനുഷ്യനുണ്ട്, അതാണ് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണം എന്നുള്ളതാണ് ഈ പഴത്തിലൂടെ ബൈബിൾ പറയുന്ന കഥ. എന്റെ ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ സംസാരിക്കുന്ന സർപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം സർപ്പം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പൊ അത് തമ്മിൽ എങ്ങനെ വർക്കാവും? ഓക്കെ, സർപ്പം നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പഴത്തിന്റെ കഥ പറഞ്ഞ് അതുപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
ആ ലൈനിൽ ചിന്തിച്ചാൽ നമുക്കിതെല്ലാം മനസ്സിലാകും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനെയൊക്കെ എങ്ങനെ വായിക്കണമെന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലേ, ഇപ്പം ഈ സർപ്പത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു. ഒരു മരത്തിലൂടെ വന്നിട്ടൊരു സർപ്പം ഹവ്വയോട് പറയുന്നു, ആ പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഭയങ്കര രുചിയുള്ളതാണ്, അത് തിന്നാ നീ ഒരിക്കലും മരിക്കുകയില്ല, ദൈവത്തെ പോലെ ആകും. ഉടനെ ഈ സർപ്പം പറഞ്ഞത് കേട്ട ഹവ്വ ചെന്നിട്ട് ആദത്തോട് പറയുന്നു. ഉടനെ ആദം ആ പഴം പറിച്ച് രണ്ടുപേരൂടെ കഴിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പം അല്ലേ, ഓക്കെ, ഇപ്പം ഹവ്വ ആദത്തോട് പറഞ്ഞു ഇല്ലേ, ചേട്ടാ ആ പഴം ഭയങ്കര നല്ലതാണ്, അത് കണ്ടിട്ട് നല്ല രുചിയുള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഒരു സർപ്പം വന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ, മാത്രമല്ല ബൈബിളിൽ തന്നെ പിന്നെ ഈ സർപ്പത്തെ കാണാനില്ല. ഇനി നമ്മളും നമ്മുടെ ജീവിതത്തിൽ എങ്ങും നമ്മളെ കൂട്ടുകാർ പ്രലോഭിപ്പിച്ചിട്ടുണ്ടാകും, പക്ഷെ ഒരു സർപ്പം വന്ന് നമ്മളെ ഇങ്ങനെ ഒരു പഴം തിന്നാൻ പ്രലോഭിപ്പിച്ചിട്ടില്ല. അപ്പൊ ചോദ്യം സ്വാഭാവികമായിട്ടും ന്യായമാണ്, പിന്നെ ഈ സർപ്പം എന്താണ്? അപ്പൊ ഈ സർപ്പം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ സർപ്പം പറഞ്ഞ കാര്യം എന്താണെന്ന് ചിന്തിക്കാം. ഈ സർപ്പം എന്താണ് പറയുന്നത്? ആ പഴം കാണുന്നത് പോലെയല്ല, അത് ഭയങ്കര അഴകുള്ളതാണ്, ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭയങ്കര സംഭവമാണത്. അതിന് ഭയങ്കര രുചി കൂടുതലാണ്, അതിന് ഭയങ്കര ഗുണം കൂടുതലാണ്. അത് കഴിച്ചാൽ നീ ഒരിക്കലും മരിക്കുകയില്ല. മരണത്തിന്റെ കഥ പോലും ഇവർ കേട്ടിട്ടില്ല. ജീവിക്കാൻ വന്നവരോട് ഇനിയും കൂടുതൽ നാൾ ജീവിക്കും, ഒരിക്കലും മരിക്കത്തില്ല. മാത്രമല്ല നീ ദൈവത്തെ പോലെയാകും. ഇപ്പം ആദത്തിന് ഹവ്വയ്ക്കും അല്ലെങ്കിൽ മനുഷ്യന് മീതെ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ ദൈവം മാത്രമേ ഉള്ളൂ. ബാക്കി മൃഗങ്ങളെയൊക്കെ വരുതിക്ക് നിർത്താൻ മനുഷ്യനറിയാം. പക്ഷേ മനുഷ്യന്റെ മീതെ ഒരാളെ ഉള്ളൂ, ദൈവം. ഇത് കഴിച്ചാൽ നീയും ദൈവത്തെ പോലെയാകും. അപ്പോ ഈ സർപ്പം പറഞ്ഞത് നിനക്കിനിയും കൂടുതൽ 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 എത്തിപ്പറ്റാനായിട്ട് ഉയരങ്ങളുണ്ട്. അത് നിസ്സാര കാര്യമൊന്നും അല്ല പറയുന്നത്. ദൈവത്തെ പോലും പിടിച്ചടക്കാൻ പറ്റും അല്ലേ? ഈ സർപ്പത്തിന്റെ രൂപത്തിൽ കണ്ടില്ലെങ്കിലും നമുക്ക് ബൈബിളിൽ ചിലയിടത്ത് കാണാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ബാബേൽ ഗോപുരം പണിയാൻ തുടങ്ങിയപ്പം അവർ പറഞ്ഞെന്താ, ഈ ഭൂമിയിലുള്ള സകല കെട്ടിടങ്ങൾക്ക് മീതെ അത് നിൽക്കണം. പിന്നെ പറഞ്ഞെന്താ, ഇതിന്റെ മുകൾ ഭാഗം അങ്ങ് സ്വർഗത്ത് മുട്ടണം, ആകാശത്ത് മുട്ടിയിട്ട് സ്വർഗം വിറയ്ക്കണം എന്ന് പറഞ്ഞാ മനുഷ്യൻ കെട്ടിടം കെട്ടിക്കെട്ടി പൊക്കി പൊക്കി വേണമെങ്കിൽ ദൈവത്തിന്റെ അടുത്തെത്തും. ദൈവം പോലും വിറയ്ക്കണം. അങ്ങേയറ്റം ഏറ്റവും കൂടുതൽ പരമാവധി സകലരെയും തോപ്പിച്ചു പോണം. ഈ സർപ്പം വേണമെങ്കിൽ ശിഷ്യന്മാരുടെ ഇടയിലൂടെ ഇഴഞ്ഞെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? കാരണം ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു, ഞങ്ങളിൽ ആരാ വലുതെന്ന്. അപ്പൊ കൂടുതൽ 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 ദൈവം അനുവദിച്ചിരിക്കുന്നതിലും മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നതിനുമൊക്കെ അപ്പുറത്തോട്ട് ദൈവത്തെയും തോപ്പിക്കുന്ന ഒരു അഹങ്കാര വികൃതമായ മനസ്സ്. ഈ മനസ്സ് ഈ ആദത്തിന്റെ ഹവ്വയിലേക്കും കുത്തിവെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സർപ്പം എന്ന് പറഞ്ഞാല് ഈ മരത്തിലൂടെ ഇഴഞ്ഞു വന്ന് കണ്ട ഒരു രൂപമല്ല, മറിച്ച് ഈ മനുഷ്യന്റെ മനസ്സിൽ കിട്ടുന്ന ആ ചിന്തകളാണ്. അപ്പൊ യഥാർത്ഥ സർപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്റെയും മനസ്സിലൂടെ ഇഴയുന്ന ഒരു സർപ്പമുണ്ട്. എന്താണ്? ഇതൊന്നും പോരാ, ഇനിയും കൂടുതൽ, ഇനിയും കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മനുഷ്യനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർപ്പം എല്ലാ മനുഷ്യന്റെയും മനസ്സിലൂടെ ഇഴയുന്നുണ്ട്. ആ മനസ്സിലൂടെ ഇഴയുന്ന സർപ്പത്തെ എഴുത്തുകാരൻ എടുത്ത് മരത്തിലിട്ട് കാണിച്ചു തന്നു. എളുപ്പത്തിൽ കാര്യം പറഞ്ഞതാ അല്ലേ? നമ്മുടെ മനസ്സിൽ അത് പതിക്കണം. ഒരു സർപ്പം നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഇഴഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആ സർപ്പമാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ തെറ്റിയിരിക്കുന്നത്. നിനക്ക് ആവശ്യത്തിന് കഴിവുമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ വേറൊരുത്തനെ തോപ്പിക്കണമെന്ന് നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ? അത് നിന്റെ മനസ്സിലൂടെ ഒരു സർപ്പം ഇഴഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അത് ചിന്തകളുടെ രൂപത്തിൽ. ഈ മനസ്സിലൂടെ ഇല്ലേ, ചില ആൾക്കാരുടെ മനസ്സിലൂടെ എപ്പോഴും ഇങ്ങനെ സർപ്പം ഇഴഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ തോന്നും തലച്ചോറിനേക്കാൾ കൂടുതൽ തലയിൽ ഈ കുഞ്ഞു സർപ്പങ്ങൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ആർക്കൊക്കെ പണി കൊടുക്കാം, ആരെയൊക്കെ വെട്ടി വീഴ്ത്താം. അപ്പൊ ഇത് ഉൽപ്പത്തിയിലെ കഥയിൽ പറയാ, ഇങ്ങനെ ഒരു സർപ്പം നിങ്ങളുടെ മനസ്സിലൂടെ ഇഴയുന്നു. ആ മനസ്സിലൂടെ ഇഴയുന്ന സർപ്പത്തെ എഴുത്തുകാരനെടുത്ത് മരത്തിലിട്ട് കാണിച്ചു തന്നു. അപ്പൊ അതിനെ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാതെ, ആ കഥയിലെ കാര്യം അറിയാതെ ആ കഥയാണ് കാര്യം എന്ന് മനസ്സിലാക്കി ചിന്തിച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യുന്നത്
ആ ബൈബിൾ വായിക്കാനും മനസ്സിലാക്കാനും ഉള്ള നമ്മുടെ ഒരു അറിവില്ലായ്മയാണ്. അപ്പൊ സർപ്പം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? അത് മരത്തിലൂടെ ഇഴയുന്നതല്ല, മനുഷ്യന്റെ മനസ്സിലൂടെ ഇഴയുന്ന സർപ്പത്തെ ഒരെഴുത്തുകാരനെടുത്ത് മരത്തിലിട്ട് കാണിച്ചു തരുന്നു. അച്ഛാ, ആദത്തിനും ഹവ്വായ്ക്കും 2 മക്കളാണല്ലോ, ആബേലും കായലും. അപ്പോൾ ഭൂമിയിൽ ബാക്കി തലമുറകൾ എങ്ങനെ ഉണ്ടായി? അതിനെപ്പറ്റി ബൈബിളിൽ വേറൊന്നും പറയുന്നുമില്ല. അപ്പം ഇതിനെപ്പറ്റി അച്ഛൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ? ഇത് നല്ല രസമുള്ള ഒരു കൊനട്ട് ചോദ്യമാണ്. ഇതിന് ഉത്തരവില്ല. കാരണം ഉത്തരവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഇതിന് ഉത്തരം പറയുക എന്നുള്ളത് ബൈബിളിൻ്റെ ഉദ്ദേശമല്ല. നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ബൈബിൾ എടുത്തു വെച്ചിട്ട് ലോകത്തുള്ള സകല കാര്യത്തിൻ്റെ ഉത്തരം അന്വേഷിക്കാൻ പോകും. ബൈബിൾ ഒരു പുസ്തകം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം പുസ്തകത്തിന് മുമ്പ് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചോദിക്കുന്നു, ആദവും ഹവ്വയും, അവർക്ക് 2 മക്കൾ, 2 ആൺകുട്ടികൾ, അതിലൊരാളെ തല്ലിക്കൊന്നു, ഇനി മറ്റേ ആൾ മാത്രം, ഇനി വേറൊരു പെൺകുട്ടി ഭൂമിയിലില്ല, പിന്നെ ദേ ഒരു പുതിയ തലമുറ ഉണ്ടായേക്കുന്നു. പക്ഷെ ഇത് ബൈബിൾ എഴുതിയ എഴുത്തുകാർ ചിന്തിക്കാതിരിക്കൂ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്ന്? ഇനി ബൈബിൾ ഉള്ള കാലങ്ങളോളം ഈ ചോദ്യം ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും. പക്ഷെ അതിന് ഉത്തരം പറയാത്തത് എന്താണ്? ബൈബിളിൻ്റെ ഉദ്ദേശം എങ്ങനെ തലമുറ ഉണ്ടായി എന്ന് പറയുന്നതല്ല. ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ഉദ്ദേശം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. എല്ലാം ദൈവം സൃഷ്ടിച്ചു, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് മറ്റു പല കാര്യങ്ങളും ബൈബിളിൻ്റെ വിഷയമല്ല എന്ന് പറയുമ്പം ഈ പറഞ്ഞ് രക്ഷപ്പെടുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഫിസിക്സ് പഠിക്കുമ്പം ഐസക് ന്യൂട്ടനെ അതിൻ്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പഠിക്കുന്നു. എന്താണ്? എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും ചോദിക്കുമോ, ഇതിനകത്ത് ഐസക് ന്യൂട്ടൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അയാൾക്ക് ഭാര്യ ഉണ്ടോ? ഇതൊന്നും നമ്മുടെ വിഷയമാണോ? നമ്മൾ ചോദിക്കാത്ത എന്താ? ഈ സയൻസ് പുസ്തകത്തിന്റെ പർപ്പസ് ഇതല്ല. ഒരാൾ ചന്ദ്രനിൽ പോയ കാര്യം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സയന്റിഫിക്കലി എങ്ങനെയാണ് ഇവർ ചന്ദ്രനിൽ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അങ്ങ് ബഹിരാകാശത്തെത്തി ചന്ദ്രനിൽ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഈ ചന്ദ്രനിൽ പോയ ആളിൻ്റെ പോകാതെ വീട്ടിലിരിക്കുന്നവരുടെ കാര്യം എന്താ പറയാത്തതിനകത്ത്? അങ്ങനെ പറയൂ. അതിനകത്ത് എന്താ പറയാത്തത്? ആ പുസ്തകത്തിൻ്റെ ഉദ്ദേശം അതല്ല. അതിൻ്റെ പർപ്പസ് സയൻസാണ്. ബൈബിളിൻ്റെ പർപ്പസ് ദൈവശാസ്ത്രമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇവിടെ ആദവും ഹവ്വായും കഴിഞ്ഞ 2 മക്കള്, പിന്നെ തലമുറ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു ചരിത്രം ബൈബിൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ബൈബിൾ അത് പ്രസക്തമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇതിനു മുമ്പുള്ള ചിന്തകളിൽ പറഞ്ഞതുപോലെ, ഇത് ഒരുപാട് മനുഷ്യരുള്ള സമയത്ത് ഇരുന്ന് ചില ദൈവിക രഹസ്യങ്ങളുടെ കഥ പറയാൻ വേണ്ടി ആൾക്കാർ പറഞ്ഞതാണ്. അപ്പം അവരുടെ വിഷയമല്ല ഈ പുതിയ തലമുറ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പം നമ്മുടെ പ്രശ്നം എന്താണ്? ബൈബിളിൽ നിന്നും ഈ ലോകത്തുള്ള സമസ്ത ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടുപിടിക്കാനുള്ളതല്ല. മാത്രമല്ല, ഈ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നവർ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് 2 പേജ് പുറകോട്ടൊരു 2 പേജ് വായിക്കണം. കാരണം അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആമുഖം എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ഉൽപ്പത്തിയെക്കുറിച്ചും ആദം ഹവ്വയെക്കുറിച്ചും കായനെ ആബേലെ കുറിച്ചും അങ്ങനെ തുടർന്ന് വരുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്നറിയാവും. ഇതൊരു പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡിനെ കുറിച്ചുള്ള റൈറ്റിംഗാണ്. എന്ന് പറഞ്ഞ ഒരു ചരിത്രപൂർവ്വ ഘട്ടത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹിസ്റ്ററി പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, അല്ലെങ്കിൽ കൃത്യമായൊരു ജോഗ്രഫി പറയാൻ ഉദ്ദേശിക്കുന്നതല്ല. ചരിത്രപൂർവ്വഘട്ടത്തെ, ആ ചരിത്രത്തിന് മുമ്പുള്ള കാലത്തെ പറയാണ്. എന്ന് പറഞ്ഞാൽ ഇത് സയന്റിഫിക് അല്ല, ഇത് കഥ പോലെ പറയുകയാണ്.
കഥ പോലെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് കാര്യമില്ലെന്നല്ല, കാര്യം പറയാനുള്ള കഥകളാണത്. ആ ഉൽപ്പത്തി പുസ്തകത്തിലെ അത് കൃത്യമായി സത്യം തന്നെയാണ്, പക്ഷെ ആ സത്യം അക്ഷരാർത്ഥത്തിലല്ല. അപ്പം പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ് അതിന് പറയുന്നത്, ആ എഴുത്തിനെ പറയുന്നത്. അതിനെ നമ്മൾ കൃത്യം ചരിത്രപരമായ അവലോകനം നടത്തുന്നു, ശാസ്ത്രീയമായ അവലോകനം നടത്തുന്നു. പക്ഷെ ലോകത്തുള്ള മറ്റൊരു പുസ്തകത്തെയും നമ്മൾ അങ്ങനെ സമീപിക്കത്തില്ല. ഒരു ശാസ്ത്ര പുസ്തകത്തെയും നമ്മൾ അങ്ങനെ സമീപിക്കത്തില്ല. ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിനകത്ത് ശാസ്ത്രം അന്വേഷിക്കത്തില്ല, ശാസ്ത്രം പഠിക്കുമ്പോൾ അതിനകത്ത് ഹിസ്റ്ററി അന്വേഷിക്കത്തില്ല. പക്ഷെ നമുക്ക് അനാവശ്യമായൊരു നിർബന്ധമുണ്ട്, ബൈബിള് വായിക്കുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് കിട്ടണം. പക്ഷെ ബൈബിളിൻ്റെ ഉദ്ദേശം അതല്ല. അങ്ങനെ ലോകത്തൊരു പുസ്തകവും എഴുതാൻ പറ്റത്തില്ല, എഴുതി തീർക്കാൻ പറ്റത്തില്ല. എഴുതി തുടങ്ങിയിട്ട് എഴുതുന്ന ആൾ മരിച്ച് ഇനി അടുത്ത ആളും കണ്ടിന്യൂ ചെയ്ത് ലോകം അവസാനിക്കുന്ന നമ്മൾ എഴുതിക്കൊണ്ടിരിക്കാനേ പറ്റൂ. ഒരു പുസ്തകമാക്കി മാറ്റണമെങ്കിൽ അതിന് ലിമിറ്റേഷൻ ഉണ്ടാകും. ആ ലിമിറ്റേഷൻ എന്താ? ആ പുസ്തകം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ പുസ്തകത്തിൽ നിന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് അതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത്. ഇതിനുത്തരം പറയുക എന്നുള്ളതല്ല ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. പുസ്തകം മറ്റു പല കാര്യങ്ങളുടെ ഉത്തരം പറയുന്നുണ്ട്, അത് നമ്മൾ അന്വേഷിക്കണം. അതാണ് ദ പർപ്പസ് ഓഫ് ദ ടെക്സ്റ്റ്. സാധാരണ പറയാറുണ്ട് പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണെന്നും പുതിയ നിയമത്തിലെ ദൈവം ശാന്തശീലനുമാണെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ അച്ഛാ, എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ എപ്പോഴും സ്വഭാവം മാറാനാണെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ സാധാരണ ആരാ പറയുന്നത്? നമ്മൾ ഈ മനുഷ്യരാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ച്. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ കാണും. ഇപ്പം എന്താ പറയുന്നത്? പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണ്, പുതിയ നിയമത്തിലെ ദൈവം വളരെ ശാന്തശീലനാണ്. യേശുക്രിസ്തു ക്ഷമയെക്കുറിച്ചാണ് പറയുന്നത്, കുരിശിൽ കിടന്ന് ക്ഷമിക്കുന്നു. ഇപ്പൊ ചോദ്യം ശരിയാ, ദൈവവും മനുഷ്യനെ പോലെ ഇങ്ങനെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ വരുന്നു ഇല്ലേ? കുറച്ചുകൂടെ കൃത്യമായിട്ട് ചോദിച്ചാൽ ദൈവവും വല്ല ധ്യാനം എങ്ങാനും കൂടിയ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കൃത്യമായിട്ടൊരു ചോദ്യമാണ്. പക്ഷെ പ്രശ്നം അങ്ങനെ ദൈവം മാറിയതും മാനസാന്തരപ്പെട്ടതും സ്വഭാവം മാറ്റിയൊന്നുമല്ല. നമ്മളുടെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നത്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ദൈവത്തെ നമ്മൾ വേറൊരു തരത്തിലങ്ങ് ചിന്തിച്ച് മനസ്സിലാക്കുന്നു. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ആദവും ഹവ്വയും പാപം ചെയ്തു. അടുത്ത സീൻ നമ്മൾ കാണുന്നത് എന്താ ബൈബിളില്? ദൈവം തോട്ടത്തിലൂടെ ഉലാത്തുകയായിരുന്നു. അപ്പോൾ ഈ പാപം ചെയ്ത ആദത്തിന് എന്തോ കുറവ് അനുഭവപ്പെട്ടു. അയാൾ പോയി മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, ആദം നീ എവിടെയാണ്? ഇപ്പം ഞാനീ പറഞ്ഞ സോഫ്റ്റായിട്ട് ആദം നീ എവിടെയാണെന്നല്ല നമ്മൾ സാധാരണ ഇവിടെ വായിക്കുന്നത്. നമ്മളിങ്ങനെ എവിടെയോ കേട്ട് വെച്ചിരിക്കുക പഴയ നിയമത്തിൽ ദൈവം ഭയങ്കര പ്രശ്നക്കാരനാണ്. അപ്പം നമ്മുടെ വായനയ്ക്ക് തന്നെ നമ്മളൊരു ഇഫക്റ്റ് ഇട്ട് കൊടുക്കുക. എന്താണ്? ദൈവം തോട്ടത്തിലൂടെ ഉലാത്തുകയായിരുന്നു. എന്താ ഈ ഉലാത്തുക എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ കൂടെ നടന്നു വരികയായിരുന്നു. പക്ഷെ ഇത് പഴയ നിയമത്തിലെ ദൈവമല്ലേ, അദ്ദേഹം ഭയങ്കര പ്രശ്നക്കാരനാണ്. അപ്പോൾ വായിക്കുമ്പോൾ അല്ലേ, ഇനി ബൈബിളിന്റെ റെക്കോർഡിങ് ഉണ്ടാക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്താൽ പോലും അവിടെയൊക്കെ വായിക്കുമ്പോൾ ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ദൈവം തോട്ടത്തിലൂടെ ഉലാത്തുകയായിരുന്നു. എന്നിട്ട് ദൈവം ചോദിച്ചു, ആദം നീ എവിടെയാണ്? ഇങ്ങനെ കടുപ്പിച്ച് ചോദിക്കണമെന്നെങ്ങാനും ബൈബിളിൽ ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ല. വായിച്ച ആള് ചുമ്മാ കൈന്നങ്ങ് ഇടുകയാണ്, ആദം നീ എവിടെയാണ്? ഇതെന്താണ്? നമ്മുടെ മനസ്സിൽ എങ്ങനെയോ കയറിയിട്ടുണ്ട്, ആരൊക്കെയോ പറഞ്ഞങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം പഴയ നിയമത്തിലെ ദൈവം മഹാപ്രശ്നമാണ്. ആ സൈക്കോളജിയിൽ നിന്നാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് ദൈവം എവിടൊക്കെ വരുന്നോ അവിടെ ദൈവത്തിന് നമ്മൾ ഇത്തിരി മ്യൂസിക്കൊക്കെ കൂടുതലിടും. കൊല്ലാൻ വരുന്ന ഒരാള്, തകർക്കാൻ വരുന്ന ഒരാള്. സത്യത്തിൽ ദൈവം എന്താ ചോദിച്ചത്? ആദം നീ എവിടെയാണ്? എന്ത് സിമ്പിൾ ചോദ്യം അത്. നമ്മൾ വായിച്ചല്ലേ ദൈവത്തെ കോപിഷ്ഠനാക്കിയത്. ഒരു വീട്ടില് ഒരു കൊച്ചുകുട്ടി ഗ്ലാസ് തറയിട്ട് പൊട്ടി, അല്ലെങ്കിൽ ഒരു ജഗ് ഇട്ട് പൊട്ടിച്ചു കളഞ്ഞു. ഈ കുപ്പിച്ചില്ല് പൊട്ടിച്ചിതറിയും ശബ്ദം കേട്ട് അവൻ പേടിച്ച് അകത്തോട്ട് ഓടി. അമ്മ ഓടി വന്ന് അയ്യോ നീ പൊട്ടിച്ചോ എന്നും ചോദിച്ചുകൊണ്ട് ആ ചൂലെടുത്ത് ഈ കുപ്പിച്ചിലെല്ലാം കോരി മാറ്റിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അവൻ പേടിച്ചു പോയി നിൽക്കുക. അപ്പൊ ഈ ജോലിക്കടെ അമ്മ എന്ത് ചെയ്യും? മോനെ നീ എവിടാ? കുഴപ്പമില്ല വാ. ഇതല്ലേ
ഈ പാവപ്പെട്ട ദൈവം ചെയ്തോളൂ. നമ്മളെന്തിനാണ് ഇത് പറഞ്ഞ് മോശമാക്കിയത്? അതല്ലേ പ്രശ്നം. നമ്മൾ പറഞ്ഞത് മോശമാക്കി കളഞ്ഞ്. ദൈവം ചോദിച്ചു, ആദം നീ എവിടെയാണ്? അപ്പൊ ആദം എന്ത് പറഞ്ഞു? ഞാൻ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? എന്നിട്ട് നമ്മൾ വായിക്കുന്നത് അത്തിയിലകൾ കൂട്ടി തുന്നി ദൈവം അവന് വസ്ത്രം നൽകി അവനെ ഉടുപ്പിച്ചു എന്നൊക്കെയാ. അപ്പൊ ഈ ദൈവം തന്നെയല്ലേ, ഇതേ സ്വഭാവം തന്നെയല്ലേ യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ദൈവം തന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ആദത്തെ ദൈവം വല്ലം ചെയ്തു. പിന്നെന്താണ്? കായനോടൊക്കെ പറയുന്നുണ്ട്, നീ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുമ്പോൾ അത് നിനക്ക് വിളവ് തരില്ല, കാണുന്നവരൊക്കെ നിന്നെ കൊല്ലാൻ നോക്കും എന്ന് പറഞ്ഞത് ശാപമാണോ? മറിച്ച് എന്താണ്? ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും അകന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നു. എന്നാലും നമുക്ക് ചിലത് കണ്ടുപിടിക്കാം. യുദ്ധം ജയിക്കുമ്പോൾ ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു ബൈബിളില് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ യേശു ക്രിസ്തു പറയുന്ന ഒരു ചെകിടത്തടിക്കുന്നതിന് മറു ചെകിട് കാണിച്ചു കൊടുക്കുക. ആ വ്യത്യാസം ഉണ്ടല്ലോ. ഈ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തന്റെ സ്വഭാവം മാറ്റുന്നതും ദൈവം തന്റെ നിലപാട് മാറ്റുന്നതും അല്ല. ദൈവം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ബീയിങ്, സ്നേഹം മാത്രം. പിന്നെന്താണ്? ആ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്നത് കാലങ്ങളായിട്ട് പരിവർത്തനം ചെയ്തു വരുന്നു. ശാസ്ത്രം പുരോഗമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ലേ, അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുപോലെ ദൈവശാസ്ത്രം പുരോഗമിക്കുന്നു. അഥവാ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് പുരോഗമിക്കുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരാൾ ദൈവത്തെ മനസ്സിലാക്കിയതുപോലെ അല്ല 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മനസ്സിലാക്കിയത്. ആ കാഴ്ചപ്പാടിലെ മാറ്റമാണ്. അപ്പം മുഴുവൻ ബൈബിളും നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബൈബിൾ വായിക്കുമ്പം ബൈബിളിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ബൈബിൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഓരം ചേർന്നാണ് ബൈബിൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ബൈബിളിലെ വ്യത്യാസങ്ങളെ, കാഴ്ചപ്പാടുകളെ വ്യത്യാസത്തെ ദൈവത്തിന്റെ വ്യത്യാസമായിട്ടും വചനങ്ങൾ പരസ്പരം കോൺട്രഡിക്റ്റ് ആയിട്ടും വരുന്നതെന്നുള്ള മനസ്സിലാക്കേണ്ടത്. മറിച്ച് മനുഷ്യന്റെ ദൈവത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കാൻ ഉള്ള കഴിവ് വളരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണയാണ് മാറി മാറി വരുന്നത്. ദൈവം ഒറ്റ ദൈവം, പിതാവായ ദൈവത്തിലും യേശുക്രിസ്തു ആയ പുത്രനായ ദൈവത്തിലും ഒരേ സ്വഭാവം. പക്ഷെ അത് മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതികൾ മാറി മാറി വരുന്നു.